Hi all, in this section I am going to discuss about sample data control system. So what is a sample data control system? Basically we know a control system is a system which has an input and it gives a regulated or desired output. അപ്പോൾ എപ്പോഴാണ് ഒരു സിസ്റ്റം സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിഗ്നൽ ഡിസ്ക്രീറ്റ് പൾസസിൻ്റെ ഫോമിലാണെങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് ഡേറ്റ സിസ്റ്റം അല്ലെങ്കിൽ സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. So under which situation a control system becomes a sample data system is when a digital computer or microprocessor or digital device is employed as part of control loop. When the control components are used on time-sharing basis, when the input signals are transmitted by pulse modulation, when the input or output of a component in the system is a digital or discrete signal. അപ്പോൾ ഒരു സിസ്റ്റം കൺട്രോൾ സിസ്റ്റം സാമ്പിൾ ഡേറ്റ സിസ്റ്റം ആവുന്നത് ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഡിവൈസ് സച്ചസ് മൈക്രോ പ്രൊസസ്സർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന കേസിലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അത് സാമ്പിൾ ഡേറ്റ സിസ്റ്റം എന്ന് പറയാൻ പറ്റുന്നത്. കൺട്രോളർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് മോഡിഫൈസ് ആൻ എറർ സിഗ്നൽ and thereby helps in getting the desired output അല്ലെങ്കിൽ better control action വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. കൺട്രോളേഴ്സ് രണ്ട് തരത്തിലുണ്ട്, അനലോഗ് കൺട്രോളർ ഉണ്ട്, ഡിജിറ്റൽ കൺട്രോളർ ഉണ്ട്. അനലോഗ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം അനലോഗ് എലമെന്റ്സ് ആണ്. അതേപോലെ തന്നെ ഇവിടെ അനലോഗ് സിഗ്നൽസ് ആണ് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഉണ്ടാകുന്നത്. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓഫ് ടൈം. ബേസിക്കലി അനലോഗ് കൺട്രോളറിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണ് അത് കോംപ്ലെക്സ് ആണ്, കോസ്റ്റ്ലിയർ ആണ് ആൻഡ് വൺസ് ഫാബ്രിക്കേറ്റഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഓൾട്ടർ ദ കൺട്രോളേഴ്സ്. നമുക്ക് കൺട്രോളറിൻ്റെ ഫാബ്രിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് വൺസ് ഫാബ്രിക്കേറ്റഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഒരിക്കൽ ഡിസൈൻ ചെയ്താൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. വാട്ട് ഈസ് എ ഡിജിറ്റൽ കൺട്രോളർ? Digital controller can be used to implement complex or time-shared control functions. It is simple, versatile, programmable, fast-acting, and less costlier than analog controllers. Can be constructed using non-programmable digital devices such as computer or microprocessor. ഇപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അനലോഗ് കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് കൂടുതൽ ഫാസ്റ്റ് ആക്ടിംഗ് ആണ്, പ്രോഗ്രാമബിൾ ആണ്, അതേപോലെ versatile, simple, etc. So many advantages. These are constructed using digital devices such as computer or microprocessor. ഇതാണ് സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ കൺട്രോളർ ആണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കണം. പക്ഷേ നമ്മുടെ എറർ സിഗ്നൽ to be modified by the controller and the output of the controller, that is the control signal to drive the plan, must be analog signal അല്ലെങ്കിൽ അത് അനലോഗ് സിഗ്നൽ ആണ്. അപ്പം നമുക്കറിയാം എറർ സിഗ്നൽ അനലോഗ് ആണ്. ഈ അനലോഗ് സിഗ്നലിനെ നമുക്ക് ഡിജിറ്റൽ കൺട്രോളർ വെച്ചിട്ടാണ് മോഡിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എറർ സിഗ്നലിനെ നമുക്ക് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റണം. സോ അവിടെ വേണ്ടി ഒരു സാമ്പിളറും ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉപയോഗിക്കുന്നത്. സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു, അതിനുശേഷമാണ് അതിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നത്. കാരണം സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് ഇൻ ടൈമേ ആയുള്ളൂ. ഡിജിറ്റൽ സിഗ്നൽ ആകണമെങ്കിൽ ബോത്ത് ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആണ്. അപ്പം മാത്രമേ നമുക്കൊരു ഡിജിറ്റൽ സിഗ്നൽ കിട്ടും. ഡിജിറ്റൽ സിഗ്നൽ f(kt) വന്ന് അതിനെ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഔട്ട്പുട്ട് വേറൊരു ബൈനറി കോഡായിട്ട് കിട്ടും. വേറെ സെറ്റ് ഓഫ് ബൈനറി കോഡ്, അതായത് g(kt) എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡിജിറ്റൽ സിഗ്നൽ കിട്ടി, മോഡിഫൈഡ് സിഗ്നൽ. അത് എന്നിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും അനലോഗ് സിഗ്നലാക്കി മാറ്റി, ഡിജിറ്റൽ ടു അനലോഗ് സിഗ്നലാക്കി മാറ്റി, അതിനുശേഷം അതിനെ ഹോൾഡ് ചെയ്യുന്നതാണ് നമുക്കൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ u(t) കിട്ടുന്നു. ആ u(t) ആണ് നമ്മുടെ പ്ലാന്റിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് c(t) വരുന്നു. ഇങ്ങനെയാണ് ഡിജിറ്റൽ കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. ഡിജിറ്റൽ കൺട്രോളർ ആണ് സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. എറർ സിഗ്നലിനെ സാമ്പിൾ ചെയ്യുന്നു, അതിനെ അനലോഗ് ടു ഡിജിറ്റലാക്കി മാറ്റി, അതൊരു ബൈനറി കോഡ് ആയിട്ട് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തു, മറ്റൊരു സെറ്റ് ഓഫ് ബൈനറി കോഡഡ് ഔട്ട്പുട്ട് സിഗ്നൽ തരുന്നു, അതിനെ വീണ്ടും തിരിച്ച് അനലോഗ് കണ്ടിന്യൂസ് സിഗ്നലാക്കി മാറ്റി u(t) പ്ലാന്റിൽ കൊടുക്കുന്ന c(t). ഈ വിധത്തിൽ എറർ സിഗ്നലിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഡിജിറ്റൽ കൺട്രോളർ.
before, the sample data control system uses a digital controller. Here, the input and output in a digital computer will be digital signal. So, the error signal to be modified by the controller and the control signal to derive the plant are analog in nature. Sampler and analog to digital converter are provided at the computer input to obtain the digital signal. And a digital to analog converter, that is DAC, and a whole circuit are provided at the output to obtain an analog signal. So the working is explained as the sampler converts the continuous time error signal into pulses, and an analog to digital converter produces a binary code for each sample. Then the digital computer processes the codes and produces another stream of binary codes as output. The DAC and whole circuit converts the output binary codes to continuous time signal, that is control signal. This control signal is used to drive the plant. Advantages of digital controller. Basically, a digital controller can perform large and complex computation with any desired degree of accuracy. While in analog controllers, the cost of controllers increases rapidly with the increase in complexity of computation and desired accuracy. The digital controllers are easily programmable, and so they are more versatile and have better resolution. എന്നിരുന്നാലും ഡിജിറ്റൽ കൺട്രോളേഴ്സ് എന്നാണ് അനലോഗ് കൺട്രോളേഴ്സിനേക്കാളും ബെനിഫിറ്റ്സ് കൂടുതൽ. അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ച് കോംപ്ലക്സ് കമ്പ്യൂട്ടേഷനെ ഒക്കെ ഡിജിറ്റൽ കൺട്രോളിന് ഒരു ഡിസൈഡ് ഡിഗ്രി ഓഫ് അക്യുറസിയിൽ തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു അനലോഗ് കൺട്രോളറിനാണെങ്കിൽ കൺട്രോളറിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ച് കൺട്രോളറിൻ്റെ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിജിറ്റൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഈസിലി പ്രോഗ്രാമബിൾ ആണ്, കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്, അതേപോലെ അതിന് ബെറ്റർ റെസൊല്യൂഷൻ തരുന്നുണ്ട്. നമ്മൾ കണ്ടിരുന്നു ഒരു സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ കൺട്രോളറാണ്. ഡിജിറ്റൽ കൺട്രോളറിന് തന്നെ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ ദീസ് ആർ ഹൈലി അക്യുറേറ്റ്, ഫാസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ. യൂസ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ റിസൾട്ട്സ് ഇൻ എക്കണോമിക്കൽ കോസ്റ്റ് ആൻഡ് സ്പേസ്. Digital transducers used in this system have better resolution. The digital components used in the system are less affected by non-linearities and transmission errors of noise signal. Require low power instruments which can be built to have high sensitivity. Digital coded signals can be stored, transmitted, retransmitted, detected, analyzed and processed as desired. System performance can be modified by compensation techniques. അപ്പോൾ ഒരു സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ അത് കൂടുതൽ അക്യുറേറ്റ് ആണ്, ഫാസ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. എന്തുകൊണ്ടാണ്? ഡിജിറ്റൽ കൺട്രോളർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട സ്പേസും കോസ്റ്റും ഒക്കെ കുറയും കമ്പയർഡ് ടു അനലോഗ് കൺട്രോളർ. ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് ക്വാണ്ടിറ്റീനെ മറ്റൊരു ഫോം ഓഫ് ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഡ്യൂസർ. സോ ഇപ്പോൾ ഡിജിറ്റൽ കമ്പോണൻസ് ആയതുകൊണ്ട് these are less affected by the errors of noisy channel. Errors affect ചെയ്യുന്നത് കുറവാണ്. അതേപോലെ തന്നെ these require low power instruments മതി ഇവിടെ. Basically, digital coded signals can be stored, transmitted, analyzed and processed as desired. അതേപോലെ തന്നെ സിസ്റ്റം പെർഫോമൻസിനെ നമുക്ക് ഈസിലി മോഡിഫൈ ചെയ്യാൻ പറ്റും by compensation techniques. Deal. What is a sampling process? Sampling process എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സ്. അങ്ങനെയാണെങ്കിൽ the conversion of a continuous time signal into a discrete time signal, and these are obtained by taking samples of the analog signal at discrete time instant. ഈ പ്രോസസ്സിന് പറയുന്നതാണ് സാമ്പിളിംഗ് പ്രോസസ്സ്. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൽ നിന്ന് ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെല്ലിൽ സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്? സാമ്പിളിംഗ് പ്രോസസ്സ്. അപ്പോൾ ഒരു സാമ്പിളറിൻ്റെ ഇൻപുട്ട് എഫ് ഓഫ് ടി ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് കെ ടി, വെർ ടി ഈസ് ദ സാമ്പിളിംഗ് പീരിയഡ് അല്ലെ സാമ്പിളിംഗ് ഇൻ്റർവെൽ, ആൻഡ് 1/t ഈക്വൽസ് എഫ് എസ് ഈസ് ദ സാമ്പിളിംഗ് റേറ്റ്. പീരിയോഡിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് ആർ ഒബ്റ്റെയിൻഡ് യൂണിഫോംലി. യൂണിഫോം ഇൻ്റർവെൽസിൽ സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് പീരിയോഡിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് സാമ്പിളിംഗ് പ്രോസസ്സിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതൊരു സാമ്പിളറാണ്. അതിൻ്റെ ഇൻപുട്ട് ആയിട്ടുള്ള ഒരു അനലോഗ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കൊടുത്തു. സാമ്പിളറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഡിസ്ക്രീറ്റ് ടൈമിൽ നമുക്ക് പൾസസ് ഒബ്റ്റെയിൻ ചെയ്യും. അതാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ അല്ലെങ്കിൽ സീക്വൻസ് ഔട്ട്പുട്ട്.
So this is the analog signal at discrete time instant. നമുക്ക് പൾസസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് പ്രോസസ്സ്. ആ ഡിവൈസിന് പറയുന്നതാണ് സാമ്പിളർ എന്ന് പറയുന്നത്. Next is sampling theorem. Sampling theorem states that a band-limited continuous time signal with highest frequency FM Hz can be uniquely recorded from its samples, provided that the sampling rate Fs is greater than or equal to 2 FM into samples per second. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് തിയറം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FM ആയിരിക്കട്ടെ, അതിൻ്റെ സാമ്പിൾസിൽ നിന്ന് നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യണമെങ്കിൽ ആ ഒബ്റ്റെയിൻ ചെയ്ത സാമ്പിൾസിൻ്റെ സാമ്പിളിംഗ് റേറ്റ്, അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 into FM സാമ്പിൾസ് പെർ സെക്കൻഡ്. ആ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഫ്രീക്വൻസിൻ്റെ 2 times ഉണ്ടായിരിക്കണം സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്ത ഫ്രീക്വൻസി. എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് ഈ സാമ്പിൾസിൽ നിന്ന് ആ ഒറിജിനൽ സിഗ്നലിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സാമ്പിളിംഗ് തിയറി. For processing the sample signals by digital means, it has to be converted to binary codes, and this conversion process is called quantization and coding. ഇപ്പം നമുക്ക് സാമ്പിൾഡ് സിഗ്നൽ കിട്ടി, പക്ഷെ അപ്പോഴേ അത് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആയിട്ട് ഉള്ളൂ. അതിനെ ഡിജിറ്റൽ കൺവേർട്ടർ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ബൈനറി കോഡ്സ്. അപ്പം ഒരു സാമ്പിൾ സിഗ്നലിനെ ഡിജിറ്റൽ മീൻസ് കൊണ്ട് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനെ ബൈനറി കോഡ്സ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ക്വാണ്ടൈസേഷൻ ആൻഡ് കൺവേർഷൻ പ്രോസസ്സിന് പറയുന്നതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. The process of converting a discrete time continuous valued signal into a discrete time valued signal is called quantization. Sample ചെയ്യുമ്പോൾ അത് discrete in time മാത്രമേ ഉള്ളൂ. എന്നാൽ quantize ചെയ്യുമ്പോഴാണ് ആ discrete time signal discrete in amplitude കൂടെ ആക്കി മാറ്റുന്നത്. Quantization എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന 2.1, 2.2, 2.3 എക്സെട്ര ഇങ്ങനെ അടുപ്പിച്ചുള്ള സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് കിട്ടിയ സാമ്പിൾ ഔട്ട്പുട്ട് ഒരു കണ്ടിന്യൂസ് നേച്ചറാണ്, ഡിസ്ക്രീറ്റ് ആൻഡ് ടൈം എന്ന് മാത്രമേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് നോക്കുമ്പോൾ അത് ഡിസ്ക്രീറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ സർട്ടൺ റേഞ്ച്, ഇപ്പോൾ 2 to 2.5 ഇടയ്ക്ക് വരുന്ന ലെവലിൽ വരുന്ന സാമ്പിൾസിനെ നമ്മൾ 2 എന്ന് പറയുന്ന ലെവലിലോട്ട് ക്വാണ്ടൈസ് ചെയ്ത് മാറ്റുവാണ്. അതേപോലെ 2.5നും 3ക്കും ഇടയ്ക്ക് വരുന്നതിനെല്ലാം 3 എന്ന് പറയുന്ന ലെവലിലോട്ട് ക്വാണ്ടൈസ് ചെയ്യണം. അപ്പം നോക്കുക, അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് വരും, ഒരു പൾസ് രൂപത്തിലാകും. അല്ലാതെ ആ കണ്ടിന്യൂസ് നേച്ചർ മാറുവാണ്. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്വാണ്ടൈസേഷൻ. നമുക്ക് സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് ഡിസ്ക്രീറ്റ് ഇൻ ടൈമാണ്. അതിൽ നിന്ന് ഡിജിറ്റൽ സിഗ്നൽ ആക്കണമെങ്കിൽ അവിടെ ക്വാണ്ടൈസേഷനും കോഡിങ്ങും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആകുന്നത്. So in quantization, the value of each signal sample is represented by a value selected for a finite set of possible values called quantization levels. The difference between the unquantized sample and the quantized output is called quantization error. Coding എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനത്തിന് കോഡ് കൊടുക്കുക. അതേപോലെ തന്നെയാണ് കോഡിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെൻറ്റിംഗ് ഈച്ച് ഡിസ്ക്രീറ്റ് വാല്യൂ ബൈ an n-bit binary sequence. The process of sampling, quantization and coding are performed by sample or hold circuit and analog to digital converter.